കൺട്രോൾ സിസ്റ്റംസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം. സോ ഈ ഒരു അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഒന്ന് അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ, രണ്ട് ഇതിന്റെ ടൈം റെസ്പോൺസ് ടു സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ ഡെറിവേഷൻ. ഇതൊരു വലിയ ഡെറിവേഷൻ ആണ് കേട്ടോ. സോ ഇതിന് ശേഷം ഇതിന്റെ പോൾസ് ആൻഡ് സീറോസിന്റെ ഒരു ഗ്രാഫും അതിന്റെ ഒരു ചെറിയ ഡെറിവേഷനും വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻസും പഠിക്കാനുണ്ട്. ഇതിൽ ഒരു ഗ്രാഫും പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസും കുറച്ച് ഇക്വേഷൻസും കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസുമാണ് വരുന്നത്. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾക്ക് അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. 2024 സ്കീം സ്റ്റുഡൻസിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, സോ ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ അല്ലേ. സോ എന്താണ് ഈ അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ഒരു ടൈപ്പാണ് അല്ലേ. സെക്കൻഡ് ഓർഡർ സിസ്റ്റം എത്ര ടൈപ്സ് ഉണ്ട്? 4 ടൈപ്സ് ഓഫ് സെക്കൻഡ് ഓർഡർ സിസ്റ്റംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അൺഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം, രണ്ട് ക്രിട്ടിക്കലി ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം, 3 അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം, 4 ഓവർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം. സോ ഇതിൽ മൂന്നാമത്തെ ടൈപ്പായ അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം ഡെഫിനിഷൻ അല്ലേ. സോ വാട്ട് ഈസ് ആൻ അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം? നമുക്കിതിനെ സ്റ്റാൻഡേർഡ് ആയിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ശ്രദ്ധിച്ചോ. ആൻ അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഈസ് എ സിസ്റ്റം which vibrates or oscillates when an input is applied, but these vibrations and oscillations dies out gradually due to a damping force and finally it reaches its final value. സോ ഇങ്ങനെ തീരെ സിമ്പിളായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം ഒരു അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തെ. അതായത് എന്താണ് ഈ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്? ഈ ഒരു അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു സിസ്റ്റമാണ് അല്ലേ. സോ ഈ ഒരു സിസ്റ്റത്തിലോട്ടേക്ക് നമ്മളൊരു ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നു? കുറച്ച് സമയത്തേക്ക് വൈബ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്നു അല്ലേ. എന്നാൽ ഒരു ഡാമ്പിംഗ് ഫോഴ്സ് കാരണം ഈ വൈബ്രേഷൻസും ഓസിലേഷൻസും ഒക്കെ പതുക്കെ ഇല്ലാതെയാവുന്നു. ഫൈനലി ഈ വൈബ്രേഷൻസും ഓസിലേഷൻസും എല്ലാം പൂർണ്ണമായും ഇല്ലാതെയായിട്ട് ഈ ഒരു സിസ്റ്റം അതിൻ്റെ ഫൈനൽ വാല്യൂവിലേക്ക് എത്തുന്നു അല്ലേ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ഈ ഡാമ്പിംഗ് ഫോഴ്സ്? നിങ്ങൾ ഓൾറെഡി നേരത്തെ സെക്കൻഡ് ഓർഡർ സിസ്റ്റം പഠിച്ചപ്പോൾ തന്നെ പഠിച്ചു കാണും അല്ലേ. എന്താണ് ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് ഡാമ്പിംഗ് ഫോഴ്സ് അല്ലേ. ആദ്യം ഈ മൂവിങ് ഒബ്ജക്റ്റിന്റെ സ്പീഡ് ഈ ഡാമ്പിംഗ് ഫോഴ്സ് കുറയ്ക്കുന്നു. അവസാനം പൂർണ്ണമായും ആ മോഷൻ തന്നെ, ആ ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ മോഷൻ തന്നെ ഈ ഒരു ഡാമ്പിംഗ് ഫോഴ്സ് ഇല്ലാതെയാക്കുന്നു. നമ്മുടെ സ്വിങ്, ഊഞ്ഞാലിൻ്റെത് ഒരു ബെസ്റ്റ് റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് ഡാമ്പിംഗ് ഫോഴ്സിന്റെ അല്ലേ. ഇപ്പോൾ നമ്മളൊരു ഊഞ്ഞാൽ ആടുകയാണെങ്കിൽ ഇപ്പോൾ കാറ്റോ മറ്റ് എക്സ്റ്റേണൽ ഫോഴ്സസോ ഒന്നും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഈസി ആയിട്ട് ഊഞ്ഞാലാടാൻ സാധിക്കും. അതായത് അവിടെ ഡാമ്പിംഗ് ഫോഴ്സ് ഒന്നും ഇല്ല അല്ലേ. എന്നാൽ നമ്മൾ ഊഞ്ഞാലാടുന്നതിനിടെ വല്ല കാറ്റോ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഊഞ്ഞാലാടാൻ സാധിക്കില്ല അല്ലേ. സോ ആ ഒരു ഫോഴ്സ് കാരണം നമ്മൾ തിരികെ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് എവിടെയാണോ അവിടേക്ക് തന്നെ എത്തുന്നു അല്ലെ. താഴെ തന്നെ നമ്മൾ തിരിച്ച് എത്തുന്നു. സോ അതാണ് ഡാമ്പിംഗ് ഫോഴ്സ്. ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഡാമ്പിംഗ് ഫോഴ്സ് ഇസ് എ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് ദ ഫ്ലോ ഓർ മോഷൻ ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഡാമ്പിംഗ് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ കൺട്രോൾ സിസ്റ്റംസിന്റെ കേസിൽ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു സംഭവത്തെയാണ്. എന്താണ്? ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ. ഇതിൽ ഒമേഗ എൻ സ്ക്വയർ എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം ആണ്. ഈ സീറ്റ എന്ന് പറയുന്നത് ഡാമ്പിംഗ് റേഷ്യോ ആണ്. ഓക്കെ, സോ ഈ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതിൽ നമ്മുടെ അണ്ടർ ഡാംഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ സീറ്റയുടെ കേസ് ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ. സോ ഈ സീറ്റ എന്ന് പറയുന്നത് ഡാമ്പിംഗ് റേഷ്യോ ആണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ.
സോ അണ്ടർ ഡാംഡ് സിസ്റ്റത്തിന്റെ കേസിൽ ഈ സീറ്റ ഡാമ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ കണ്ടീഷൻ 0 ലെസ് ദാൻ സീറ്റ ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് ഈ ഡാമ്പിംഗ് റേഷ്യോ സീറ്റയുടെ വാല്യൂ 0-നും 1-നും ഇടയിലായിരിക്കും എന്നല്ലേ ഇതിന്റെ അർത്ഥം, അല്ലേ? അതായത് ആ ഒരു വാല്യൂ 0.1 ആവാം, 0.2 ആവാം, 0.4 ആവാം, 0.6 ആവാം, 0.8 ആവാം, എക്സെട്ര എന്ത് വാല്യൂ വേണമെങ്കിലും ആവാം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സീറ്റയ്ക്ക് ഒരു സ്പെസിഫിക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ടൈം റെസ്പോൺസ് ഡിറൈവ് ചെയ്യുമ്പോൾ ഈ സീറ്റയുടെ വാല്യൂവിൽ നമുക്കൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ഇക്വേഷനിൽ കൊടുത്തിട്ട് ഡിറൈവ് ചെയ്യും, ഒരു മാറ്റവും കൂടാതെ. ഓക്കെ, സോ ആദ്യം നിങ്ങൾ ഇത്രയൊക്കെ മനസ്സിലാക്കി വെക്കുക. അണ്ടർ ഡാംഡ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷനും ഈ ഒരു കണ്ടീഷനും. എന്താണ് അണ്ടർ ഡാംഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ആൻ അണ്ടർ ഡാംഡ് സിസ്റ്റം ഈസ് എ സിസ്റ്റം which vibrates or oscillates for some time when an input is applied, but these vibrations and oscillations gradually dies out due to a damping force and finally it reaches its final value എന്ന് നമുക്ക് പറയാം, അല്ലേ? സോ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? 0 ലെസ് ദാൻ സീറ്റ ലെസ് ദാൻ 1. അതായത് ഈ ഡാമ്പിംഗ് റേഷ്യോ സീറ്റയുടെ വാല്യൂ 0-നും 1-നും ഇടയിലാണ് എന്ന്. ഇത്രേ ഉള്ളൂ മെയിനായിട്ട് ഇതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ടൈം റെസ്പോൺസിൻ്റെ ഡെറിവേഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ടൈം റെസ്പോൺസ് ഓഫ് അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ടു സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ, സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഡിറൈവ് ചെയ്തപ്പോൾ സ്റ്റെപ്പ് ഇൻപുട്ടും റാമ്പ് ഇൻപുട്ടും യൂണിറ്റ് ഇമ്പൾസും ഒക്കെ പഠിച്ചിരുന്നു. പക്ഷേ ഇവിടെ സ്റ്റെപ്പ് ഇൻപുട്ട് മാത്രമേ നിങ്ങളുടെ സിലബസിൽ പറയുന്നുള്ളൂ. സോ അത് മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡെറിവേഷൻ പാർട്ടിലോട്ടേക്ക് കടക്കാം. ഓക്കെ, ടൈം റെസ്പോൺസ് ഓഫ് അണ്ടർ ഡാംഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ടു സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ.